നോക്കാം. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടിക്ക് കോൺഗ്രസ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും, നടപടി ഉടൻ പ്രഖ്യാപിക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിൽ ഇപ്പോൾ കടുത്ത നടപടിക്ക് ഒരുങ്ങുകയാണ് കോൺഗ്രസ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്നാണ് ലഭിക്കുന്ന വിവരം. ഇത് സംബന്ധിച്ച നടപടി ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഒരു വിധി വന്നതിന് ശേഷം പാർട്ടി മറ്റ് നടപടികൾ സ്വീകരിക്കും എന്നാണ് ലഭിക്കുന്ന വിവരം. സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോൾ KPCC അധ്യക്ഷനടക്കം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുകയുണ്ടായി. ഉചിതമായ നടപടിയാണ് പാർട്ടി സ്വീകരിച്ചത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടിക്ക് ഒരുങ്ങുകയാണ് കോൺഗ്രസ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും, സംബന്ധിച്ച നടപടി ഉടൻ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. ACC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അടക്കം AICCക്ക് റിപ്പോർട്ട് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കോടതി വിധി വന്നാൽ ഉടനെ ഇത് സംബന്ധിച്ച ഒരു തീരുമാനം അല്ലെങ്കിൽ നടപടി സ്വീകരിക്കും എന്നാണ് ലഭിക്കുന്ന വിവരം. ബിനോയ് ചേരുന്നു വിവരങ്ങളുമായി. ബിനോയ്, ഇപ്പോൾ KPCC അധ്യക്ഷനടക്കം ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് രാഹുലിനെതിരെ കൃത്യമായ സമയത്ത് ഈ ഒരു വാർത്ത പുറത്തു വന്ന സമയത്ത് തന്നെ നടപടി സ്വീകരിച്ചതാണ് എന്ന് പറഞ്ഞു. എന്നാൽ ഇനി മറ്റ് നടപടികൾ ഉടനെ ഉണ്ടാകില്ല എന്നതടക്കമുള്ള ഒരു സൂചനയാണ് ലഭിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ലഭിക്കുന്ന വിവരം അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു നടപടിക്ക് ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ടോ? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, ഇന്ന് രാവിലെ മുതൽ തന്നെ കോൺഗ്രസിനകത്തുള്ള മുതിർന്ന നേതാക്കളെല്ലാം ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്ന നിർദ്ദേശം തന്നെയാണ് മുന്നോട്ട് വെച്ചത്. അതിന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് K മുരളീധരനും KPCC മുൻ അധ്യക്ഷനായ രമേശ് ചെന്നിത്തലയും എല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കണം എന്ന ആവശ്യം തന്നെ മുന്നോട്ട് വച്ചിരിക്കുന്നു. മാത്രവുമല്ല, AICC ജനറൽ സെക്രട്ടറി ഒപ്പം കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി AICC നേതൃത്വത്തിന് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിലും വ്യക്തമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതികളും ആ പരാതികളുടെ ഇപ്പോഴത്തെ അവസ്ഥയുമെല്ലാം തന്നെ വിവരിക്കുന്ന തരത്തിലുള്ള ഒരു വിശദീകരണമാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ താമസമില്ലാതെ ഒരു ആലോചിച്ച തീരുമാനത്തിലേക്ക് പാർട്ടി കടക്കും എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും അദ്ദേഹം പറഞ്ഞു വന്നത്, ആദ്യ പരാതി കിട്ടിയപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൃത്യമായ തരത്തിൽ ഒരു നടപടിയിലേക്ക് നീങ്ങി. ആദ്യം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്ന് ഒഴിവാക്കി, പിന്നീട് പാർട്ടിയിൽ നിന്നും 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. ആ ഒരു തീരുമാനം മറ്റൊരു രാഷ്ട്രീയ പാർട്ടി എടുക്കുന്നതിനേക്കാൾ കൃത്യസമയത്ത് എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ തരത്തിലുള്ള ഒരു നീക്കം തന്നെയാണെന്നാണ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, അതായത് KPCC അധ്യക്ഷൻ പറയുന്നത്. അതേസമയം രണ്ടാമത്തെ പരാതി കിട്ടിയപ്പോഴേക്കും ആ പരാതി DGPക്ക് കൈമാറി. ആ പരാതി ആദ്യം കിട്ടുന്നത് പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമായിരുന്നു. ആ പരാതിയുടെ പകർപ്പ് KPCC അധ്യക്ഷന് അയച്ചു കൊടുത്തു. KPCC അധ്യക്ഷൻ ആ പരാതി കൃത്യമായും DGPക്ക് കൈമാറുകയും ചെയ്തു. ഒരു മുഖം രക്ഷിക്കൽ നടപടിക്ക് അപ്പുറത്തേക്ക് പാർട്ടിക്കകത്ത് സ്ത്രീകളോട് വളരെ മോശമായി പെരുമാറുന്ന ആളുകൾക്ക് യാതൊരു കാരണവശാലും ഇനി അതിനകത്ത് തുടരുവാൻ അവസരമുണ്ടാകില്ല എന്നുള്ള സൂചന നൽകിക്കൊണ്ട് തന്നെയാണ് DGP ഇത്തരത്തിൽ പരാതി കൈമാറിയതെന്നാണ് ഇപ്പോൾ KPCC അധ്യക്ഷൻ പറഞ്ഞു വെക്കുന്നത്. അതായത് നടപടി എടുത്തു, ആ നടപടി ഇപ്പോഴും തുടരുന്നു. ഇപ്പോൾ നിലവിൽ അയാൾ കോൺഗ്രസ് പ്രവർത്തകനല്ല. കേരളത്തിൽ കോൺഗ്രസുമായി അയാൾക്ക് ബന്ധമില്ല. കാരണം 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്ത് പാർട്ടിയിൽ നിന്ന് പുറത്ത് വിട്ടിരിക്കുന്നു. പാർട്ടിയുടെ ഔദ്യോഗിക പരിപാടികളിൽ ഒന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പങ്കെടുപ്പിച്ചിട്ടില്ല. അതേസമയം പാലക്കാട് ചില സ്ഥാനാർത്ഥികൾക്കൊപ്പം പോയെങ്കിൽ അദ്ദേഹം വ്യക്തിപരമായി എടുത്ത തീരുമാനമായിരിക്കും. പാർട്ടി അത്തരത്തിൽ സ്ഥാനാർത്ഥികളെ സഹായിക്കാൻ ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല എന്നും പാർട്ടി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം പാർട്ടി ഏകദേശം രാഹുൽ മാങ്കൂട്ടത്തിനെ കൈവിട്ടു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം
പാർട്ടി ഇതുവരെയായും പെട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു നിമിഷം കൂടിയാണ് ഇത്. കാരണം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് അടുത്തു കഴിഞ്ഞിരിക്കുന്നു. വലിയ തരത്തിൽ അവസാന ലാപ്പിൽ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വോട്ട് പിടിക്കുന്നതിന് വേണ്ടി തീവ്രമായ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രണ്ടാമത്തെ പരാതിയും വരുന്നത്. അത് കൃത്യമായും LDF ഒരു ആയുധമായി ഉപയോഗിക്കുന്നു, BJP കൃത്യമായി ആയുധമായി ഉപയോഗിക്കുന്നു. ഇത്തരത്തിൽ രണ്ട് പേരും BJPയും ഒപ്പം തന്നെ CPIM-ഉം വലിയ തരത്തിൽ പ്രചരണ ആയുധമായി ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി തന്നെ കോൺഗ്രസ് വലിയ തരത്തിൽ വെട്ടിലായ ഒരു അവസ്ഥയായിരുന്നു. ആ വെട്ടിലായ അവസ്ഥ കൂടി ആയതുകൊണ്ടാണ് ഇന്നലെ തന്നെ ഈ പരാതി കിട്ടിയ ഉടൻ തന്നെ അത് DGPക്ക് കൈമാറി. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാർട്ടി ഇതിനകത്ത് ഒരു ന്യായീകരണത്തിനും തയ്യാറാകുന്നില്ല. പക്ഷേ പാർട്ടിക്ക് ചില തീരുമാനങ്ങൾ എടുക്കുന്നതിനും നടപടികൾ ക്രമങ്ങൾ കടക്കുന്നതിനും ചില സമയപരിധികൾ ഉണ്ട്. ആ പരിമിതികളും മനസ്സിലാക്കിക്കൊണ്ട് പാർട്ടി കൃത്യമായി നടപടിയിലേക്ക് നീങ്ങും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെയുള്ള കേസ് ഇപ്പോൾ കോടതിയിൽ വാദം കേട്ടുകൊണ്ടിരിക്കുന്നു. അത് പ്രത്യേകിച്ചും മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയുള്ള കേസാണ്. അതിലെന്ത് നടപടി ഉണ്ടാകും? ജാമ്യം നിഷേധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിനിടയിൽ ഒരു കൃത്യമായൊരു നീക്കം പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. അങ്ങനെ ജാമ്യം നിഷേധിക്കുക കൂടി ചെയ്തോടുകൂടി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു എന്ന തരത്തിലേക്ക് ഒരു പക്ഷേ പാർട്ടി നേതൃത്വം തീരുമാനിക്കും. എന്തായാലും ഇതിൻ്റെ അവസാന തീരുമാനം എടുക്കേണ്ടത് AICC നേതൃത്വമാണ്. KPCC നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്ന നിർദ്ദേശം വളരെ നേരത്തെ തന്നെ ഉന്നയിച്ചുകൊണ്ട് കത്ത് നൽകിയിട്ടുണ്ട്. ആ കത്ത് അന്ന് പരിഗണിച്ചെങ്കിൽ തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്ന് തൽക്കാലം മാറ്റുകയും കോൺഗ്രസിൽ നിന്നും 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ ഈ നടപടി പോരാ, ഇനി പാർട്ടിയിൽ തുടരാൻ KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ വിലക്കണം അല്ലെങ്കിൽ ഒഴിവാക്കണം എന്നൊരു നിർദ്ദേശം മുതിർന്ന നേതാക്കന്മാർ മുന്നോട്ട് വെച്ചത്. പ്രത്യേകിച്ചും RMP പോലുള്ള UDFൻ്റെ ഘടകകക്ഷികൾ വടകരയിൽ നിർണായകമായ ശക്തിയാണ് RMP. അത്തരത്തിൽ RMP പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ യാതൊരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിനെ ഇനി തുടരാൻ അനുവദിക്കരുത്, MLA സ്ഥാനം ഉൾപ്പെടെ രാജിവെപ്പിക്കണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഈ നിർദ്ദേശങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പാർട്ടി ഒരു വിധമായ നിലപാടിലേക്ക് കടക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഘടകകക്ഷികളിൽ നിന്ന് പോലും വിയോജിപ്പ് ഉയർന്നു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ എത്ര നാൾ കോൺഗ്രസിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് ഒരു പ്രത്യേക അവസ്ഥയാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വമേധയാ എന്തായാലും പാർട്ടി വിട്ടു പോകാൻ തയ്യാറാവില്ല. കാരണം പാർട്ടി ഇത്രയും വിഷമഘട്ടത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം, അതിന് പാർട്ടിയുടെ നേതൃനിരയിൽ നിന്നുള്ളവരെല്ലാം തന്നെ തന്നോട് വിയോജിപ്പിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം എങ്കിൽ തന്നെയും ചില ആളുകൾ, ചില പാർട്ടി നേതാക്കന്മാർ രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോഴും ചെറിയ തരത്തിലുള്ള പിന്തുണ നൽകുന്നുണ്ട്. അത്തരത്തിലുള്ള പിന്തുണ രാഹുൽ മാങ്കൂട്ടം കൃത്യമായി മുതലെടുപ്പ് നടത്തുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ഇനി മുതൽ ശബരിമല കേസും സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ചില വിവാദങ്ങളുണ്ട്. ആ വിവാദങ്ങൾ മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ നടത്തുന്നത് എന്നായിരുന്നു ആദ്യ യുവതിയുടെ പരാതി രണ്ടാം ഘട്ടത്തിൽ വന്നപ്പോഴും അത് മുഖ്യമന്ത്രിക്ക് നൽകിയപ്പോഴുമൊക്കെ കോൺഗ്രസ് നേതാക്കന്മാർ വിശദീകരിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അത് മാറിയിരിക്കുന്നു. രണ്ടാമത്തെ പരാതി കൂടി വന്നപ്പോഴേക്കും അതെല്ലാം മാറി മറിഞ്ഞിരിക്കുന്നു. എന്തായാലും പെൺകുട്ടികൾ, 2 യുവതികളും ഈ പരാതികൾ നൽകിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേസുമായി മുന്നോട്ട് പോകും എന്നുള്ളത് ഉറപ്പാണ്. അന്വേഷണ സംഘം രണ്ടാമത് യുവതിയുടെ പരാതി കൂടി, നേരിട്ടുള്ള പരാതിക്ക് കൂടി വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരു പക്ഷേ ബംഗളൂരുവിൽ താമസിക്കുന്ന യുവതിയെ അന്വേഷണ സംഘം നേരിട്ട് പോയി കണ്ടതിന് ശേഷം പരാതി എഴുതി വാങ്ങുകയോ അല്ലെങ്കിൽ അവരുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം സ്വമേധ തന്നെ കേസെടുക്കാനോ ഒക്കെ ഒരു നീക്കം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം അയാൾ കടുത്ത പ്രതിസന്ധിയിൽ മുന്നോട്ട് പോകുന്നു. ഒളിവിൽ പോയിട്ട് 7 ദിവസമാകുന്നു. രാഷ്ട്രീയപരമായി ഒരു നേതാവിന് പോലും ഇത്തരത്തിൽ ഒരു ഗതികേടുണ്ടാകാത്ത ഒരു സാഹചര്യമാണ് കോൺഗ്രസിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടായിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വലിയ തരത്തിലെ പിന്തുണ ചില യുവ നേതാക്കന്മാരിൽ നിന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവരെല്ലാം തന്നെ മറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വലിയ തരത്തിലുള്ള വിയോജിപ്പ് പാർട്ടിക്കകത്ത് നിന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം. ദീപ്തി, ശരി, രാഹുൽ മാങ്കൂട്ടത്തിലെ MLAക്കെതിരെ ഉടൻ തന്നെ ഒരു നടപടി ഉണ്ടാകില്ല എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇത് സംബന്ധിച്ച് സണ്ണി ജോസഫ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അടക്കം അദ്ദേഹം ഇത് സംബന്ധിച്ചൊരു സൂചന നൽകുന്നതാണ് കണ്ടത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. സണ്ണി ജോസഫ് അടക്കം പറഞ്ഞത് നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നും പാർട്ടി ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് സണ്ണി ജോസഫ് പറഞ്ഞത്. നിലവിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ഒരു നടപടി ഉടൻ ഉണ്ടാവില്ല എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.